വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ അച്ഛനും മുത്തച്ഛനും നേരെ ആക്രമണം. കേസിലെ പ്രതിയായിരുന്ന അർജുന്റെ അച്ഛന്റെ സഹോദരൻ പാൽരാജാണ് ഇവരെ ആക്രമിച്ചത്. സംഘർഷത്തിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ കാലിനും മുത്തച്ഛന്റെ ചുമലിനും വെട്ടേറ്റു. ഇരുവരും വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ജെയിൻ എസ് രാജുവും നന്ദുഷായും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ജെയിനിലേക്കാണ്. ജെയിൻ, എപ്പോഴാണ് ഈ സംഭവം? ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അല്പസമയം മുമ്പാണ് ഈ വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ അച്ഛനും മുത്തച്ഛനും കുത്തേറ്റിരിക്കുന്നത്. ഇവർ സമീപത്തുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി പോയതാണ്. ആ സമയത്ത് ഈ പ്രതിയായിരുന്ന, കോടതി വെറുതെ വിട്ട അർജുന്റെ പിതാവിന്റെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇത് ഉന്തും തള്ളിലും കലാശിച്ച സമയത്താണ് ഈ ബന്ധു, പാൽരാജ് എന്നാണ് ഈ അർജുന്റെ ബന്ധുവിന്റെ പേര്, അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന ആയുധവും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ അച്ഛന് 2 മുട്ടുകൾക്കും, കാലിന്റെ 2 മുട്ടുകൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മുത്തച്ഛന്റെ തോളിൽ കുത്തേറ്റതായിട്ടുമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇരുവരും വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില, അവരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ളതല്ല പരിക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ ചികിത്സയ്ക്ക് മറ്റെങ്ങോട്ടെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രിയിലേക്ക് ഒരുപക്ഷെ റഫർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കോടതി വിധി വന്നതിന് പിന്നാലെ ഈ ഇരയായ കുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് കേരളം മുഴുവൻ ഞെട്ടി ഒരു കോടതി വിധിയായിരുന്നു. അതിൽ ഇന്നലെയാണ് എനിക്ക് തോന്നുന്നു സർക്കാർ നൽകിയ അപ്പീൽ അത് ഫയലിൽ സ്വീകരിച്ചത് ഹൈക്കോടതി. അർജുൻ സുന്ദറിനെ വെറുതെ വിട്ടതിനെതിരെ വിചാരണ കോടതിയുടെ വിട്ടയച്ചതിനെതിരെ നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചത് ഇന്നലെയാണ്. അപ്പോൾ ഒരു ദിവസം പോലും തികയുന്നതിന് മുൻപാണ് പ്രതിയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രതികരണം, ഈ തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടാകുന്നത്. ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് പ്രകോപനം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഈ വിധി വന്നതിന് ശേഷം, അന്ന് നമ്മൾ കോടതിയിൽ കണ്ടതാണ്, കോടതിയിൽ ആ വിധി പ്രസ്താവം ഉണ്ടായതിന് പിന്നാലെ തന്നെ വളരെ വൈകാരികമായിട്ടാണ് ഇരയുടെ ബന്ധുക്കൾ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് ആദ്യം പ്രകോപനം ഉണ്ടായത് എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം അവിടെ തുടർച്ചയായി ഇത്തരത്തിൽ ഈ ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾ ഈ പ്രതിയുടെ അല്ലെങ്കിൽ പ്രതിയായിരുന്ന അവരുടെ ബന്ധുക്കളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ അവിടെ തുടർച്ചയായി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കരുതി ഒരു ആക്രമണത്തിനുള്ള സാധ്യതയും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം മാത്രമാണുള്ളത്. കുട്ടിയുടെ അച്ഛന് കുത്തേറ്റിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മുത്തച്ഛനും കുത്തേറ്റിട്ടുണ്ട്. അച്ഛന് ഇരു കാലുമുട്ടുകൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. മുത്തച്ഛന്റെ ചുമലിൽ ആണ് കുത്തിയിരിക്കുന്നത്. പാൽരാജ് എന്ന ഈ പ്രതിയായിരുന്ന അർജുന്റെ പിതാവിന്റെ സഹോദരനാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ പ്രദേശത്തെ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ബന്ധുവിനെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ വിധി വന്നതിന് ശേഷം ആ കുടുംബത്തെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അല്ലെങ്കിൽ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവരുടെ മകളെ ഈ ക്രൂരമായി കൊലപ്പെടുത്തിയ ആൾ എന്നവർ കരുതുന്ന പ്രതി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെടുകയും പുറത്തേക്ക് പോവുകയും സ്വതന്ത്രനായി നടക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഈ ഇരയായ കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ വളരെ വൈകാരികമായി പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുത്തേൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളൊക്കെ കയ്യിൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിധി പ്രസ്താവം ഉണ്ടായതിനു ശേഷം ഈ ഇരുവിഭാഗം ആളുകളും തമ്മിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രതിയായിരുന്ന അർജുന്റെ ലയം അല്ലെങ്കിൽ താമസിച്ചിരുന്ന മുറി എന്ന് പറയുന്നത് ഈ ഇരയായ കുട്ടിയുടെ വീടിനോട് ചേർന്നായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളും, ഈ പ്രതിയായിരുന്ന അർജുന്റെ മറ്റ് ബന്ധുക്കളും ഈ ലയങ്ങൾക്ക് സമീപത്ത് തന്നെ താമസിച്ചിരുന്നു. അപ്പോൾ ഈ വിധി പ്രസ്താവം ഉണ്ടായതിനു ശേഷം ഈ വീടുകൾക്കകത്ത് കയറി ആക്രമണം നടത്തുകയും അത്തരത്തിൽ ചില പ്രകോപനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സമീപത്ത് അല്ലെങ്കിൽ പ്രതിയായിരുന്ന അർജുന്റെ ഇപ്പോൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ആ പ്രദേശത്തേക്കും അവിടെയും ചില പ്രകോപനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഇവർ തമ്മിൽ ഇരുവിഭാഗവും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു മരണ വീട്ടിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ അച്ഛനും
മുത്തച്ഛനും പോയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് ഈ പ്രതികളുടെ ബന്ധുക്കളെ കാണുകയും അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിയുടെ ബന്ധുക്കളുടെ കൈവശം കത്തി ഉണ്ടായിരുന്നു, ആയുധമുണ്ടായിരുന്നു. അവർ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയോ മറ്റോ മുൻകൂട്ടി കരുതിക്കൊണ്ടായിരിക്കാം ഒരു ആയുധം കയ്യിൽ വെച്ചാണ് അവർ വന്നിരുന്നത്. ആ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും ഈ സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ കുട്ടിയുടെ മുത്തച്ഛനും അതോടൊപ്പം തന്നെ അച്ഛനും വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ജെയിൻ? ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പാൽരാജിനെ കസ്റ്റഡിയിലെടുത്തതായി ഇതുവരെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുന്നുണ്ട്. ഉടനെ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അവിടെ നിന്ന് അധിക സമയമായിട്ടില്ല ഈ സംഭവം നടന്നിട്ട്. അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിലില്ല. എങ്കിലും അതൊരു തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രദേശത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമയത്ത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പ്രതിയെ പിടികൂടിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇതിന്റെ ഈ സംഭവം ഉണ്ടായിട്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആയിട്ടുള്ളൂ. വളരെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അല്പസമയത്തിനകം തന്നെ നന്ദുഷയ്ക്ക് സംഭവ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ ഇരയായ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധം ഉപയോഗിച്ചോ ആണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പരിക്ക് ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗൗരവമുള്ളതല്ല, പക്ഷേ ആഴമേറിയ കുത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.